എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. ബാർ കോഴ കേസിൽ അന്വേഷണ മേൽനോട്ടം ആവശ്യപ്പെട്ട് LDF കോടതിയിലേക്ക്. അന്വേഷണ ഏജൻസിയിൽ ധാരണയായില്ല. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് 25-ന് സെക്രട്ടേറിയറ്റ് മാർച്ച്. പരസ്യ പ്രസ്താവന വേണ്ടെന്ന് LDF-ൽ ധാരണ. യോഗത്തിൽ CPI-ക്ക് വിമർശനം. കോൺഗ്രസ് ബന്ധത്തിന്റെ പഴങ്കഥ പറഞ്ഞ് വിരട്ടേണ്ട എന്ന് പിണറായിയോട് പന്ന്യൻ. സോളാർ സമരത്തിന് എന്തു പറ്റിയെന്ന് പരിശോധിക്കണം. കോൺഗ്രസിന്റെ ബന്ധുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വിരട്ടാൻ വരുന്നൊരു കാര്യം ദയവേത് അവസാനിപ്പിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളെല്ലാവരും പല കാര്യങ്ങളിലും പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. ചില LDF കക്ഷികൾക്ക് ഇളക്കം തട്ടിയിട്ടുണ്ടെന്ന് PP തങ്കച്ചൻ. നയകാര്യങ്ങളിൽ വേലക്കാരനായ CPI സംസാരിക്കേണ്ടെന്ന് ലീഗ്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ അണക്കെട്ടിൽ ചോർച്ച കൂടി. 1-2 ബ്ലോക്കുകൾ ഒഴികെ എല്ലായിടത്തും ചോർച്ച ശക്തം. ജലനിരപ്പ് 141.2 അടിയായി ഉയർന്നു. ക്വാറിക്കോഴ ആരോപണത്തിൽ SP രാഹുൽ ആർ നായർക്ക് സസ്പെൻഷൻ. PSC നിയമന തട്ടിപ്പ് കേസിലെ മുഖ്യമന്ത്രി അഭിലാഷ് S പിള്ളയെ സർവീസിൽ തിരിച്ചെടുക്കാൻ തീരുമാനം. റിവ്യൂ കമ്മിറ്റി തീരുമാനം. കേസിൽ കുറ്റപത്രം പോലും നൽകാതെ. സംസ്ഥാന സ്കൂൾ കായികമേള മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട്. തീരുമാനം കായിക അധ്യാപകരുടെ പ്രതിഷേധം മൂലം. IPL കോഴ അന്വേഷിച്ച മുഗ്ദൽ സമിതി റിപ്പോർട്ട് പുറത്ത്. N ശ്രീനിവാസന് ക്ലീൻ ചിറ്റ്. ബാർ കോഴ വിവാദത്തിൽ KM മാണിക്കെതിരെ കോടതിയെ സമീപിക്കാൻ LDF തീരുമാനം. എന്നാൽ ഏത് ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന കാര്യത്തിൽ ധാരണയായില്ല. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് ഈ മാസം 25-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനും യോഗം തീരുമാനിച്ചു. ബാർക്കോഴ വിവാദത്തിൽ KM മാണിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാകും ഇടതുമുന്നണി ഹൈക്കോടതിയെ സമീപിക്കുക. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് LDF കൺവീനർ തന്നെ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണോ ജുഡീഷ്യൽ അന്വേഷണമാണോ ആവശ്യപ്പെടുക എന്ന ചോദ്യത്തിന് വൈക്കം വിശ്വന്റെ മറുപടി ഇങ്ങനെ: അത് രണ്ടുമല്ല ഇപ്പൊ പറഞ്ഞത്, എന്നാൽ ആ രണ്ടെണ്ണത്തിന്റെയും ഉള്ളടക്കം ഇതിനകത്തുണ്ട്. KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു. ഈ മാസം 25-ന് സെക്രട്ടേറിയറ്റിലേക്കും കലക്ടറേറ്റുകളിലേക്കും ഇടതുമുന്നണി മാണിയുടെ രാജി ആവശ്യപ്പെട്ട് മാർച്ച് നടത്തും. ഇതുവരെ FIR എടുത്തിട്ടില്ല. ആ FIR എടുക്കാതെ പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഇത് തന്നെയാണ്. അപ്പോൾ കേസ് തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർ സമര പരിപാടികൾ ഡിസംബർ 1-ന് ചേരുന്ന LDF യോഗം ചർച്ച ചെയ്യും. നികുതി നിഷേധ സമരം തുടരാനും LDF യോഗം തീരുമാനിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയെന്നും LDF കൺവീനർ വൈക്കം വിശ്വൻ ആരോപിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ശ്രീ C ദിവാകരൻ, ശ്രീ N മാധവൻകുട്ടി, ശ്രീ KM ഷാജഹാൻ, ശ്രീ NP ചേക്കുട്ടി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ K രാജൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ശ്രീ C ദിവാകരൻ, LDF-ഉം UDF-ഉം തമ്മിൽ പരസ്പര ധാരണയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരത്തിന് ഇനി ഈ സെക്രട്ടേറിയറ്റ് പരിസരം വേദിയാകരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് എന്നാണ് CPI കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രഖ്യാപിച്ചത്. 25-ാം തീയതി അതേ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് LDF-ന്റെ മാർച്ച് നടക്കുകയാണ്. അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഉണ്ടാകില്ല എന്ന തീർപ്പ് CPI-ക്കുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇത് ഞങ്ങളെ ഉദ്ദേശിച്ച ഒരു ആരോപണം അല്ലാതെ ഈ സമരങ്ങളെ കുറിച്ച് LDF നടത്തിയ സമരങ്ങളെ കുറിച്ച് സമരങ്ങളെ വിജയത്തിനെ കുറിച്ചുമല്ല അഭിപ്രായം രേഖപ്പെടുത്തിയ പൊതുജനങ്ങളിടയിൽ ഈ സമരത്തിന്റെ ആത്യന്തികമായ റിസൾട്ട് വരുന്നില്ല, എന്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല എന്നുള്ള ജനങ്ങളിടയിലുള്ള ഒരു വല്ല അഡ്ജസ്റ്റ്മെന്റുകളാണോ എന്നുള്ള അവരുടെ സംശയം ഞങ്ങൾ പ്രകടിപ്പിച്ചെന്നുള്ളതല്ലാതെ ഏതെങ്കിലും പാർട്ടി അഡ്ജസ്റ്റ്മെന്റ് സമരത്തിന് പോകുന്നതായിട്ട് ഞങ്ങളുടെ പാർട്ടി പറഞ്ഞിട്ടില്ല. ഇനി മേലാൽ ആരംഭിക്കുന്ന സമരത്തിന്റെ ബലം ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണം. ആ രീതിയിലുള്ള ആരോഗ്യപരമായ ഒരു ചർച്ചയാണ് ഇന്ന് LDF-ൽ നടന്നത്. ഇനി അങ്ങോട്ടുള്ള സമരങ്ങൾ വളരെ ഗൗരവമായും സംഘടിതമായും ശക്തമായും നടത്താനുള്ള ഒരു പുതിയ ശൈലി തന്നെ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ശ്രീ C ദിവാകരൻ, ഒന്ന്, ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരം പാടില്ല എന്ന നിലപാടെടുത്തപ്പോൾ ഇതുവരെയുള്ള പല സമരങ്ങളും അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന തോന്നൽ ജനങ്ങളെ സംബന്ധിച്ചുണ്ടാകും. അതിപ്പോൾ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചിരിക്കാം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിച്ചാൽ പോലും ആ സംശയത്തിന്റെ നിഴൽ അവിടെ ഉണ്ടാകും. ഇപ്പോൾ 31-ാം തീയതി ഉയർന്ന ഒരു ആരോപണത്തെക്കുറിച്ച് 25-ാം തീയതി, അതായത് ഈ മാസം 25-ാം തീയതി ഒരു സമരം LDF നടത്തുമ്പോൾ നിങ്ങൾ ഉന്നയിച്ച അല്ലെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ഈ വിശ്വാസ്യതാ നഷ്ടത്തിന്റെ, ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരം നടത്തുമ്പോൾ പൊതുജനം അതിനെ എത്ര വിലവെക്കും എന്ന പ്രശ്നമില്ലേ? തീർച്ചയായിട്ടും പൊതുജനങ്ങളെ ഒരു സമരം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ പറയുന്ന പോലെ വളരെ പെട്ടെന്ന് ഒരു സമരം ചെയ്യുക എന്ന് പറയുന്നത്
ഒറ്റ പാർട്ടി കഴിയും, ഞങ്ങൾ ആ സമരം ചെയ്തു, മറ്റു പല പാർട്ടികളും ചെയ്യാം. പക്ഷെ സംയുക്തമായി കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയായ LDF അത് യോഗം ചേർന്ന് വിശദാംശങ്ങൾ ചർച്ച ചെയ്ത് സമരത്തിന്റെ ഘട്ടങ്ങൾ ചർച്ച ചെയ്ത ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സമരം എന്ന് പറഞ്ഞ കളിയല്ല. അതുകൊണ്ട് ഗൗരവമേറിയ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ഞങ്ങൾ 5-8 ദിവസം എടുത്താലും ശരി, 2 തരത്തിലാണ് ഈ സമരം. സമരത്തിന്റെ 3 മുഖങ്ങൾ തുറക്കാൻ പോവാണ്. ഒന്ന്, നിയമസഭ കൂടുന്നതിന് മുമ്പ് ഈ സമരത്തിൽ ഈ ബാർ കോഴ കേസിൽ ഗവൺമെന്റ് ഒരു നടപടിയും കേസ് രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം നിയമസഭ തന്നെ ഒരു സമരവേദിയാകാൻ ഇടയുണ്ട്. രണ്ടാമത് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോവാണ്. ഏത് ഏജൻസി വേണമെന്നുള്ളതല്ല, കേസ് രജിസ്റ്റർ ചെയ്യണം. പ്രകടമായി ഒരാള് പട്ടാപ്പകൽ ആവർത്തിച്ച കേരളത്തിലെ പ്രമുഖനായ ഒരു മന്ത്രി, ധനകാര്യ മന്ത്രി, ഉമ്മൻചാണ്ടി പറയും പോലെ വലിയ പാരമ്പര്യമുള്ള ഒരു മന്ത്രി എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഹപ്ത പിരിവാണ്, ഗുണ്ടാ പിരിവാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും 17 ദിവസമായി ഇന്ന് ഈ ഗവൺമെന്റ് ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന തീർച്ചയായും ശ്രീ ദിവാകരൻ, പക്ഷേ 17 ദിവസമായിട്ട് കേരളത്തിലെ ഇടത് മുന്നണിക്ക് ഇത്രമേൽ വലിയ ഒരു ആരോപണത്തിൽ കേരളത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു സമരം നടത്താൻ സാധിച്ചില്ല. ഇന്നാണ് ഒരു വാർത്താ സമ്മേളനമെങ്കിലും നടത്തിയത്. ഘടക കക്ഷികൾ, ഘടക പാർട്ടികൾ വലിയ തോതിൽ ജനമുന്നേറ്റം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംബന്ധിച്ചുണ്ടാക്കുന്നതൊന്നും ഈ കേരളം കണ്ടിട്ടുമില്ല. ഇത്രയും വൈകി നിങ്ങൾ ഒരു സമരം നടത്താൻ പോകട്ടെ, അത് ഏത് തരത്തിലുള്ള പ്രതിഫലനം കേരളത്തിൽ ഉണ്ടാക്കും എന്നുള്ളതും തീർച്ചയായും നമ്മൾ ഇനി കാണാനിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇടത് മുന്നണിയെ സംബന്ധിച്ച് ഇപ്പോഴും ആശയവ്യക്തത ഉണ്ടായിട്ടില്ലല്ലോ. ഏത് ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്ന കാര്യത്തിൽ പോലും ഈ 17 ദിവസം കഴിഞ്ഞിട്ടും ഇടത് മുന്നണിയിൽ ഒരു ധാരണയായിട്ടില്ല. നിങ്ങൾ ഏജൻസിയെ കുറിച്ചാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്. ഏജൻസിയെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. ഗവൺമെന്റ് ഇതിനകത്ത് നടപടിയെടുക്കാൻ കോടതി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ കേസ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുക്കട്ടെ. ആ കേസ് അന്വേഷണം കോടതി ഉത്തരവിടുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കാം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ മാണി കുറ്റവിമുക്തനാണെന്ന് പറയുന്നു. ക്വിക്ക് വെരിഫിക്കേഷൻ സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ പറയുന്നത് പരമാവധി 15 ദിവസം, ഹോം മിനിസ്റ്റർ പറയുന്ന 3 മാസം. എന്നിട്ടും നടപടികളില്ല, FIR ഇല്ല. താങ്കൾ ദയവായി തുടരണം. ശ്രീ N. മാധവൻകുട്ടി, കഴിഞ്ഞ ദിവസം ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ട്, ജനങ്ങളുടെ മനസ്സിലുമുണ്ട്. സമരങ്ങൾ തുടങ്ങി അത് വഴിക്കിട്ടിട്ട് പോകുക. ഇനി ഞങ്ങൾക്ക് അത് പറ്റാത്തത് കൊണ്ടാണ് ഒറ്റയ്ക്ക് സമരത്തിനിറങ്ങുന്നത്. ഇനി ഒരു പരസ്പര ധാരണയുള്ള സമരം ഇവിടെ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു. 25-ന് LDF എല്ലാ കക്ഷികളും ഒരുമിച്ച് ഒരു സമരത്തിലേക്ക് പോവുകയാണ്. ആ ഒരു സമരത്തിന്റെ സാങ്ക്ടിറ്റി എന്താണ്? എന്ത് തരത്തിൽ കാണും കേരളം ആ സമരത്തെ എന്നുള്ളതൊരു പ്രശ്നമാണോ? തീർച്ചയായും ഈ CPI CPM തർക്കം ജനങ്ങളിൽ 2 പാർട്ടികളെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചുള്ള വിശ്വസനീയതയെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. അതാണല്ലോ, അതുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും പ്രധാന തീരുമാനം 2 എന്നെ സംബന്ധിച്ചിടത്തോളം. ഒന്ന്, CPI നടത്തിയ രീതിയിലുള്ള പാർട്ടി LDFിനകത്തുള്ള കാര്യങ്ങളെ പറ്റിയുള്ള പരസ്യ പ്രസ്താവന ഘടക കക്ഷികൾ ഒഴിവാക്കും. അതിവിടെ സംസാരിക്കുന്നതേ ഇല്ല. അതാണ് ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനം. 2, CPMനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല CPI സഖാക്കൾ പ്രസംഗിച്ചത് എന്ന് വളരെ കൃത്യമായി ഇപ്പോൾ സഖാവ് ദിവാകരനും ഇവിടെ പങ്കെടുക്കുന്ന ആളുകളും എല്ലാം വളരെ കൃത്യം. അത് സഖാവ് പന്നിയം രവീന്ദ്രന്റെ നയതന്ത്രജ്ഞതയും രാഷ്ട്രീയ ബോധവും അദ്ദേഹത്തിന്റെ അത് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. സഖാവ് പന്നിയം രവീന്ദ്രന്റെ പത്രസമ്മേളനത്തോടുകൂടി മഞ്ഞുരുകും, പാർട്ടിയിലും 2 പാർട്ടികളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടും. അതാണ് സംഭവിച്ചത്. അത് വളരെ കൃത്യമാണ്. അതിൽ സന്തോഷിക്കുന്നത് ഇടതുപക്ഷ ഐക്യവും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇടത് കക്ഷികൾ അവരുടെ അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ച് സർക്കാരിനെതിരെയുള്ള സമരത്തിൽ ഇതാ ഒന്നിച്ചിരിക്കുന്നു. ഇനി സമര പരമ്പര, ത്രിമുഖ സമരം കേരളം കാണും എന്ന് സി ദിവാകരൻ അവകാശപ്പെടുന്നു. ഈ സർക്കാർ കുലുങ്ങുമോ? കേരളം കണ്ട ഏറ്റവും വലിയ സമരമാണ് സോളാർ സമരത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ അവർ നടത്തിയ സമരം. രാപ്പകൽ സമരം, സെക്രട്ടേറിയറ്റ് ഉപരോധം. എന്നിട്ട് ഞങ്ങൾ കുലുങ്ങിയില്ല. പിന്നെ ഇനി ഓലപ്പാമ്പ് കാണിച്ച് ഈ ഗവൺമെൻറ്റിനെ വരട്ടാൻ പോകുന്നത്. ഇനി സെക്രട്ടേറിയറ്റ് മുമ്പിൽ അവർ നടത്തിയ ഒരു സമരം മാർക്സിസ്റ്റ് പാർട്ടിക്ക് നടത്താനാവില്ല, ഇടതുപക്ഷ മുന്നണിക്ക് നടത്താനാവില്ല. കാരണം പാർട്ടി പ്രവർത്തകരിലും ജനങ്ങളിലും അവർക്കുണ്ടായിരുന്ന ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. ഇനി ഇത്തരം ഒരു സമരത്തിന് വിളിച്ചാൽ
ആളെ കിട്ടില്ല. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞതിലും ചില വാസ്തവമുണ്ട്. കാരണം കേരളത്തിലെ പൊതുജന സമൂഹത്തിലും പാർട്ടിയുടെ സാധാരണക്കാരായ അണികളിലും പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനങ്ങളിലെ ദുരൂഹത മാറ്റാൻ ഇന്ന് അവർക്കായിട്ടില്ല. മാത്രമല്ല ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അട്ടിമറിക്കാൻ ചില കേന്ദ്രങ്ങൾ കേരള കോൺഗ്രസിലെ ചില ആളുകളെ, പഴയ LDFുമായി ബന്ധമുള്ള ചില ആളുകളെ പിടിച്ച് ചില നീക്കങ്ങൾ നടത്തിയതായി കേരളത്തിലെ പൊതുജന സമൂഹം വിശ്വസിക്കുന്നുണ്ട്. ആ നീക്കങ്ങൾ പാളിപ്പോയി, ആ നീക്കങ്ങൾ പൊളിഞ്ഞു. പക്ഷേ അത് ഉപേക്ഷിക്കാൻ അവർ തയ്യാറില്ല എന്നുള്ളതാണ് പന്ന്യൻ രവീന്ദ്രൻ്റെ പ്രസ്താവനയിൽ നിന്ന് കേരളത്തിലെ പൊതുജന സമൂഹം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പശു ചത്ത് മോരിലെ പുളിയും പോയി, പിന്നെ ഇനി അവർ ഞങ്ങളെ വിരട്ടാൻ അടുത്ത സമരമായിട്ട് ഇറങ്ങാൻ പോവുക. ഒരു സമരം കൊണ്ടും ഈ ഗവൺമെൻറ് ഒരു കുലുക്കവും തട്ടാൻ പോകുന്നില്ല. 5 വർഷം പൂർത്തിയാക്കുമെന്ന് മാത്രമല്ല, 977 പോലെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഈ ഗവൺമെൻറ് തിരിച്ചു വരും. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ മുന്നണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അപജയം, മൂല്യച്യൂതി അവർക്ക് സംഭവിച്ചിരിക്കുന്നു. അവരുടെ അണികൾ RSSലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് താങ്കൾ തോന്നുന്നത്. ദയവായി തുടരണം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KM ഷാജഹാൻ, അപഹാസ്യമായ ഒരു അസംബന്ധ നാടകമാണോ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്? എന്തായാലും LDF യോഗം ചേർന്ന് ഒരുമിച്ച് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരുമിച്ച് ശക്തിയുള്ള ഒരു സമരം നടത്താനുള്ള ആരോഗ്യം കേരളത്തിലെ ഇടതു മുന്നണിക്കുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ UDFനെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് UDF എന്ന് പറയുന്ന ആ മുന്നണിയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന തർക്ക വിതർക്കങ്ങളും ഈ ചക്കളത്തി പോരാട്ടങ്ങളും ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ ഇന്ന് കേഡർ പാർട്ടികൾ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയിൽ ഉണ്ടാകുന്നത് ഇടതുപക്ഷ അണികൾ ഞെട്ടലോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദക്ഷിണാമൂർത്തിയെ പോലുള്ള ആളുകളും എസ് രാമേന്ദ്രൻ പിള്ളയെ പോലുള്ള ആളുകളും പറയുന്നത് ഈ മുന്നണിക്കകത്തുണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തും അകത്തും പുറത്തും അകത്തും ഒക്കെ പറയുമെന്നാണ്. എനിക്ക് ദക്ഷിണാമൂർത്തിയോടും എസ് രാമേന്ദ്രൻ പിള്ളയോടൊക്കെ പറയാനുള്ളത്, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ഇന്നേ വരെ ഉണ്ടാകാത്ത നിലയിലുള്ള അടികലശലാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാധവൻകുട്ടിയും ഇവിടെ എസ് രാമേന്ദ്രൻ പിള്ളയും ഇവിടെ ദക്ഷിണാമൂർത്തിയും ഒക്കെ ഓരോ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് നിന്ന് ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൽ 40% വോട്ടുള്ളൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പതിറ്റാണ്ടുകളായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ഇടതുപക്ഷ അണികളുണ്ട് കേരളത്തിൽ. ആ ഇടതുപക്ഷ അണികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തീർത്തും പരിഹാസത്തോടു കൂടിയാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇത്രയും തരം താഴ്ന്ന പ്രചരണങ്ങൾ, ഇത്രയും തരം താഴ്ന്ന പത്രസമ്മേളനങ്ങൾ, ഇത്രയും തരം താഴ്ന്ന തർക്കവിതർക്കങ്ങൾ ഇതൊക്കെ നടത്തിയിട്ടും പിണറായി വിജയനും പന്ന്യൻ രവീന്ദ്രനും അതുപോലുള്ള നേതാക്കന്മാർക്കും പ്രകാശ് ബാബുവിനും മനസ്സിലാകുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ അണികൾ നാണക്കേടുകൊണ്ട് തല കുനിക്കുകയാണ്. അങ്ങനെയാണ് താങ്കൾ കാണുന്നത്. ദയവായി തുടരണം ശ്രീ KM ഷാജഹാൻ. ശ്രീ NP ചേക്കുട്ടി, കേരളത്തിലെ ഇടതു മുന്നണി ഇങ്ങനെ ഒരു സമരം നടത്താൻ ഇറങ്ങുമ്പോൾ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് വെച്ച വാദഗതികൾ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും. അവർ ഉന്നയിച്ച അവരുടെ യഥാർത്ഥ വാക്കുകൾ അടക്കം വിശ്വാസ്യതയുള്ള ഒരു സമരം നടത്താൻ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഇനി സാധിക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ജനങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ സമരം അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതായിരുന്നു CPIയുടെ ഏറ്റവും വലിയ പരാതി. ഇനിയും ഇതേ ജനം ഈ സമരം കാണുമ്പോൾ എന്ത് പറയും എന്നുള്ളത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഒരു ചോദ്യചിഹ്നമല്ലേ? വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം. കഴിഞ്ഞ 3 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ ജനങ്ങളെ അണിനിരത്തുന്നതിൽ, പ്രതിപക്ഷത്തിന്റെ റോള് നിർവഹിക്കുന്നതിൽ, ഒരു ഓപ്പോസിഷന്റെ റോള് നിർവഹിക്കുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷം പരിപൂർണമായി പരാജയപ്പെടുന്ന ഒരു വസ്തുതയാണ്. അതിന്റെ കാരണങ്ങൾ സമരങ്ങൾ നടത്തുന്നതിൽ, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിലൊക്കെ അവരുടെ ഒരു ദ്വിമുഖ സമീപനമായിരുന്നു. ഒരു ഭാഗത്ത് ജനങ്ങളെ അണിനിരത്താൻ ശ്രമിക്കുക, മറുഭാഗത്ത് കോംപ്രമൈസിന് ശ്രമിക്കുക. ഇത് അധികകാലം നിലനിൽക്കില്ല. അതുകൊണ്ടാണ് സമരങ്ങൾ പരാജയപ്പെട്ടു പോയത്, ജനവിശ്വാസം
നഷ്ടപ്പെട്ടത്. പക്ഷേ ജനവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ഇപ്പം മുന്നണിക്കകത്ത് തന്നെ ആളുകൾ പറയാൻ തുടങ്ങിയ സമയത്ത് ഇനി ആ തരത്തിലുള്ള ഒരു എന്താ പറയുക ഡബിൾ സ്റ്റാൻഡേർഡ് കളി, ഇരട്ടത്താപ്പ് നയങ്ങൾ ഇനി സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ ജനങ്ങളെ കൊണ്ട് ഒറ്റപ്പെട്ടു പോകും. ആ ഒരു രാഷ്ട്രീയമായ പ്രശ്നമാണ് പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. ഇടതുപക്ഷ മുന്നണിയെ ശക്തമായിട്ട് ജനകീയ മുന്നണിയായിട്ട് നയിക്കുക ഒന്നുകിൽ, അല്ലെങ്കിൽ ഈ മുന്നണി തകരുക. ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആ തകരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ ജനങ്ങളോ നേതാക്കളോ തയ്യാറാവുകയില്ല. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം CPI എടുത്തിരിക്കുന്ന ഈ തന്ത്രം യഥാർത്ഥത്തിൽ മുന്നണിക്കകത്തുള്ള ഈ പല തുരപ്പൻ സമീപനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ജനകീയമായിട്ടുള്ള ഒരു വിജയമായിട്ട് നമ്മൾ കാണണം. അതിൻ്റെ ക്രെഡിബിലിറ്റി സമരത്തിന്റെ ശക്തി അനുസരിച്ചിരിക്കും, റിസൾട്ട് അനുസരിച്ചിരിക്കും. ശക്തമായിട്ട് സമരം നടത്തിയാൽ റിസൾട്ടും ഉണ്ടാവും. ശക്തമായ സമരം നടത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. അത് ആ മട്ടിൽ തന്നെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. റൈറ്റ്. ശ്രീ സി ദിവാകരൻ, LDF ഒരു മുങ്ങുന്ന കപ്പലാണോ? ഇന്ന് UDF കൺവീനർ ശ്രീ PP തങ്കച്ചൻ പറഞ്ഞത് LDF-ലെ ചില കക്ഷികൾക്ക് അനക്കം തട്ടിത്തുടങ്ങി എന്നുള്ളതാണ്. അദ്ദേഹം UDF-ലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. PP തങ്കച്ചന് സ്വപ്നം കാണുന്നവരുടെ ആരുടെയെങ്കിലും ലൈസൻസ് വേണോ? ഈ LDF ഘടകകക്ഷികൾ എന്ന് പറയുന്നത് ഇനിയിപ്പോ UDF-ലേക്ക് പോകാൻ കാത്തു നിൽക്കുകയാണെന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനസമൂഹത്തെ വെടികളാക്കാനല്ലേ? അവിടുത്തെ സ്ഥിതി എന്താ? ഇപ്പോ കുരുവിള എന്ന് പറയുന്ന ഒരുത്തൻ പുതിയ ആരോപണങ്ങളുമായിട്ട് കോടതിയിൽ വിജിലൻസിന്റെ മുമ്പ് ഹാജരായിരിക്കുകയാണ്. പുതിയ കേസ് വരുന്നേ ഉള്ളൂ. തീർച്ചയായും ശ്രീ ദിവാകരൻ, ഈ സർക്കാരിനെ സംബന്ധിച്ച് ആരോപണങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. ഇഷ്ടം പോലെ ആയുധങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലേക്ക് വന്ന് വീഴുകയാണ് നിലച്ചിരിക്കാതെ. പക്ഷെ അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണല്ലോ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം. അത് വരും ദിവസങ്ങളിൽ കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം കോഴക്കേസാണ്. ഈ ബാർ കോഴക്കേസാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഏത് പാർട്ടി എങ്ങോട്ട് പോകുന്നു, ഏത് മുന്നണി വരുന്നു, നാളെ ഏത് മുന്നണി വരും, അതെല്ലാം ഇനി വരുന്ന കാലങ്ങളിലെ രാഷ്ട്രീയ സംഭവങ്ങളാ. ഇപ്പൊ പ്രകടമായി സ്പെസിഫിക് ആയി ജനങ്ങളുടെ മുമ്പിൽ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. സോളാറുമായിട്ട് ഇപ്പൊ തട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കേസിൽ ഞങ്ങളെ കുറച്ച് അലസത കാണിച്ചു എന്നുള്ള പരാതി ഒരു വിമർശനത്തിന് വേണമെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. പക്ഷേ അലസത കാണിക്കാത്ത ജാഗ്രതയോടുകൂടി ജനാധിപത്യ വിശ്വാസികളെന്ന് പറയുന്ന പരിഷ്കൃത ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഭരണാധികാരി, ഉന്നതനായ ഒരു ഭരണാധികാരിക്കെതിരെ പരസ്യമായി ആവർത്തിച്ച പ്രിന്റ് മീഡിയയിൽ, വിഷ്വൽ മീഡിയയിൽ ഒരു അക്കാരി സംഘടനയുടെ നേതാവ് വിരൽ ചൂണ്ടി ആവർത്തിച്ച് പറയുന്നു ഈ മന്ത്രി. തീർച്ചയായും ശ്രീ ദിവാകരൻ, ഇതൊക്കെ കേരളത്തിന് അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ പറഞ്ഞല്ലോ അലസത കാട്ടിയെന്ന്. ആ അലസത കാട്ടൽ മനഃപൂർവ്വമായിരുന്നു എന്ന ബോധ്യം CPIയെ സംബന്ധിച്ചുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന പരാതികളൊക്കെ പറഞ്ഞു തീർത്ത് ഇനി അലസത ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചോ? ഉറപ്പിച്ചല്ലോ. ഏതാനും ദിവസത്തിന്റെ ഒരു കാലതാമസം. കാരണം ആ കമ്മിറ്റി കൂടുതലുണ്ടായ ഒരു കാലതാമസമാണ്. അതിനിടയിൽ നടക്കേണ്ട കുറെ സമരങ്ങളില്ല നടക്കും, കുറെ അഭിപ്രായങ്ങളൊക്കെ പറയും. നമ്മുടെ കേരളത്തിലൊന്നും പുതുമയൊന്നുമല്ല. ഇവിടെ ആരോഗ്യം പറയുന്നത് പോലെ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. പണ്ട് LDF-ന് വേണ്ടി ബാധിച്ച ചില ആളുകൾ ഇപ്പോ UDF-ന്റെ വക്താക്കളായി വരുന്നത്. അതൊക്കെ കാലത്തിന്റെ ഒരു മാറ്റമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉണ്ടായ കാലം മുതൽ, LDF-ന്റെ ഉണ്ടായ കാലം മുതൽ പലപ്പോഴും CPM തമ്മിൽ ആദ്യമായിട്ട് ഏറ്റുമുട്ടുകയാണോ? 64 സ്പ്ലിറ്റിന് ശേഷം ഇന്നുവരെയും രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുമ്പോൾ, ഒരു മുന്നണി നിൽക്കുമ്പോൾ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ താങ്കൾ വിശേഷിപ്പിക്കുന്നു. ദയവായി തുടരണം. ശ്രീ K രാജൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ N മാധവൻകുട്ടി, CPIയും CPIഎമ്മും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയ ചരിത്രം ധാരാളമുണ്ട്. പക്ഷേ ഇതിപ്പോ ഭരണമുന്നണിയെ ബാധിച്ചിരിക്കുന്ന വലിയൊരു അഴിമതിയെ എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം. ഇടതുമുന്നണി ഒരു സമരമുന്നണിയായി പരുവപ്പെടുന്നില്ല എന്ന കെറുവ് അല്ലെങ്കിൽ എന്ന പരാതി അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്ന സംശയം, പരസ്പര വിശ്വാസമില്ലായ്മ, ഇതൊക്കെ അഭൂതപൂർവമാണ്. LDF ഇനിയിപ്പോൾ ഒരു സമരം നിർബന്ധിതമായ സാഹചര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും പ്രഖ്യാപിക്കുന്നു. ഇടതുമുന്നണിക്ക് യോജിച്ച് ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? അഭിലാഷ്, ഇവിടെ CPM രാഷ്ട്രീയത്തിന്റെ ചരിത്രം ഓർക്കുകയാണെങ്കിൽ അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ച CPI, അതിനെ എതിർത്ത CPM, അതിലും വലിയ വ്യത്യാസമൊന്നും ഈ കോഴക്കേസിലെ അന്വേഷണ രീതിയെക്കുറിച്ച് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഇല്ലെന്ന് രാഷ്ട്രീയം അറിയുന്ന, ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ചാനലിലെ ചർച്ച കൊഴുപ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്നു ഈ ഒരാഴ്ചയായി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതി ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഇവിടെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിൽ
CPM-ഉം ഇടതുപക്ഷവും സമരം ചെയ്താൽ നിരന്തരം സമരം ചെയ്യുന്നു എന്നുള്ള പേരിൽ അതിനെ ആക്രമിക്കുക, സമരം ചെയ്യാനുള്ള കാലതാമസം ഉണ്ടായാൽ അതിൻ്റെ പേരിൽ ആക്രമിക്കുക. ഈ ഇരട്ടത്താപ്പ്, ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അത് വീണ്ടും വീണ്ടും തുറന്നു കാണിക്കപ്പെടുകയാണ്. ഉടൻ സമരം, നിരന്തര സമരം, ഓരോ വിഷയത്തിലും വിജയം വരെ സമരം. ഇത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവ തന്ത്രത്തിന്റെ ഭാഗമല്ല. അത് സഖാവ് പന്നിയനും അറിയാം, പ്രകാശ് ബാബുവിനും അറിയാം, സഖാവ് പിണറായിക്കും അറിയാം, പാർട്ടിയെയും പ്രസ്ഥാനത്തെയും സ്നേഹിക്കുന്നവർക്കും അറിയാം. ഉടൻ സമരം, നിരന്തര സമരം, ഭാഗികമായിട്ടുള്ള ആവശ്യങ്ങളുടെ പൂർണ്ണ വിജയത്തിൽ മാത്രം അവസാനിക്കുന്ന സമരം. ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. വിപ്ലവത്തോടോ മാറ്റത്തോടോ ഈ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിനോടോ ഇതിനു വേണ്ടിയുള്ള ചെറിയ ചെറിയ ആത്മക്ഷതങ്ങൾക്ക്, ആത്മാഭിമാന ക്ഷതങ്ങളുടെ ഫലമായി ചെയ്യുന്നതും ചില അസ്തിത്വപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടായതാണ്. അതുകൊണ്ട് ഈ ഉടൻ സമരം, നിരന്തര സമരം, എല്ലാം വിജയം കണ്ട ശേഷം മാത്രം അവസാനിപ്പിക്കുന്ന സമരം എന്ന സങ്കല്പം കമ്മ്യൂണിസ്റ്റുകാർക്ക് അന്യമാണ്. ശ്രീ കെ രാജൻ, അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ CPI അറിയാതെ ചെന്ന് വീണുപോയതാണോ ഉടൻ സമരം? അല്ലെങ്കിൽ സമരത്തിന് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ സാധിക്കാത്ത പിന്നോട്ടില്ല എന്ന തരത്തിലുള്ള സമരം, അത്തരത്തിലുള്ള സമരങ്ങളൊക്കെ നടത്തുന്നതിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടത്താത്തതിൽ ഉള്ള ബുദ്ധിമുട്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റായി കണ്ടുപോയതാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അഭിലാഷ്, ഞങ്ങൾ ഒന്നിലും ചെന്ന് വീണതല്ല. ഞങ്ങൾ ഒരു ധാരണയുമില്ലാതെ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിയതല്ല. ആരെങ്കിലും പറയുന്നതനുസരിച്ച് എന്തെങ്കിലും ഇവിടെ ചർച്ചയ്ക്ക് വരുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ആളുകൾ കരുതുന്നത് CPM-ഉം ചില കാര്യങ്ങളിൽ പറഞ്ഞ അഭിപ്രായ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ KM മാണിയെയും ഉമ്മൻചാണ്ടിയെയും പോലെയുള്ള അഴിമതി നടത്തുന്നവരെ സംരക്ഷിച്ച് ഈ ഗവൺമെന്റിന് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ്. ഇക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ സുചിന്തിതമായ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. KM മാണിക്കെതിരെ കേരളത്തിൽ അഴിമതി ആരോപണം വളരെ ഗൗരവമായി ഉന്നയിക്കപ്പെട്ടൊരു ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിളിച്ചുകൂട്ടുകയും സമരത്തിലേക്ക് വരികയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്കുണ്ട് എന്ന് സംശയം തോന്നിയപ്പോഴാണ് ആ മുന്നണി വിളിച്ചുകൂട്ടണമെന്നും ശക്തമായ സമരങ്ങൾക്ക് രംഗത്ത് വരണമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടത്. CPI തന്നെ നേരിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു സമരം നടത്തി. അങ്ങനെ സമരം നടത്തിയപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിളിച്ചുകൂട്ടുന്നത് സംബന്ധിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ആശങ്കകൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ചുള്ള വിശ്വസ്തതയ്ക്ക് പോറലേൽക്കുന്നുവോ എന്ന പേടി ഇത് ഞങ്ങൾ ഉന്നയിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾ ഇപ്പോഴും പുറകോട്ട് പോയിട്ടില്ല. പക്ഷേ ആത്യന്തികമായ പ്രശ്നം KM മാണിയെ പോലെ ഒരു അഴിമതി വീരൻ രാജിവെക്കണമെന്നാണ്. അക്കാര്യത്തിൽ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ച തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇവിടെ ഈ സമരം അല്ലെങ്കിൽ അതിന്റെ രീതി എന്നതിനൊക്കെ അപ്പുറത്ത് ഈ വിവാദങ്ങൾക്കൊക്കെ ആധാരമായ വസ്തുത KM മാണി LDF-ലേക്ക് വരാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ CPI-ക്ക് ഉണ്ടായതാകാം. CPIM ഈ വിഷയത്തിൽ സ്വീകരിച്ച മൃദു സമീപനം ഒരുപക്ഷെ KM മാണി ഭാവിയിലെ ഞങ്ങളുടെ ഒരു കൂട്ടാളിയാണല്ലോ എന്ന ചിന്തയുമാകാം. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായതുകൊണ്ട് ആ സാധ്യത അടഞ്ഞുപോയി എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? അല്ല, ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയിൽ എല്ലാവരും പറയുന്നു KM മാണി വലിയ അഴിമതി നടത്തിയെന്ന്. ഈ ആരോപണം ഉന്നയിച്ച ബിജു രമേശ് എന്താ പറഞ്ഞത്? അയാളുടെ കയ്യിൽ തെളിവുണ്ട്, രേഖയുണ്ട്, വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്. വീഡിയോ ക്ലിപ്പിംഗ് എന്ന് പറയാൻ മൊബൈൽ ക്ലിപ്പിംഗ് ഉണ്ട്. ഈ കേരള ഗവൺമെൻറ് കേസ് എടുക്കുന്നില്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും, ഈ തെളിവുകൾ കോടതിക്ക് കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. ഇവിടെ ഒരു വെരിഫിക്കേഷൻ നടന്നു, അദ്ദേഹത്തെ വിജിലൻസ് വിളിച്ചു. എന്തെങ്കിലും ഒരു രേഖ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസിനെ ഹാജരാക്കാൻ അയാളെ കൊണ്ട് കഴിഞ്ഞു? കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അയാൾ ഹാജരാക്കട്ടെ, അയാളുടെ കയ്യിൽ തെളിവുണ്ടെന്ന്. ആരോപണം ആർക്കെതിരെ എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം. അതിന് അടിസ്ഥാനം വേണം, രേഖ വേണം, തെളിവ് വേണം. ശ്രീ പിണറായി വിജയൻ പന്ന്യൻ രവീന്ദ്രനെ പോലെ എടുത്തു ചാടി ഇക്കാര്യത്തിലൊരു സമരത്തിന് പുറപ്പെടാതിരുന്നത് ഇതിനകത്ത് തെളിവില്ലെന്ന് ശ്രീ പിണറായി വിജയന് നന്നായിട്ടറിയാം. മാത്രമല്ല, ഇവിടെ FIR ഇട്ട് കേസ് എടുക്കണമെങ്കിൽ ആ കേസ് എടുക്കാൻ തെളിവ് വേണ്ടേ? തെളിവില്ലാതെ എങ്ങനെ FIR എടുത്തേ? FIR ഇടാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇവർ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞാൽ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ പറയുന്നത്? FIR ഇടാത്തൊരു കേസിന് വേണ്ടി ഇവരെങ്ങനെയാണ് കോടതിയിൽ പോകുന്നത്? FIR ഇട്ട് കേസ് എടുത്തിട്ട് ആ കേസ് ഗവൺമെൻറ് വലിച്ചു നീട്ടിക്കൊണ്ടുപോയാൽ, അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ കോടതിയിൽ പൊതുതാൽപര്യ ഹർജി കൊടുക്കാം. ആ പൊതുതാൽപര്യ ഹർജി സ്വീകരിച്ചാണ് കോടതി സ്വാഭാവികമായി കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ അന്വേഷണം വയ്ക്കുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ച് ശ്രീ പിണറായി വിജയന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് വെറും രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി ആരോപണങ്ങൾ ഉന്നയിക്കാതെ തെളിവുകൾ കിട്ടട്ടെ, തെളിവുകൾ കിട്ടിയിട്ട് സമരമാകാം എന്ന് പിണറായി പറഞ്ഞതിൽ ഒരു യുക്തിയുണ്ട്.
അതുകൊണ്ടാണ് FIR ഇട്ട് കേസെടുക്കാൻ കഴിയാത്തിടത്തോളം കാലം ഈ സമരവുമായി മുന്നോട്ട് പോയാൽ പഴയ സോളാർ സമരത്തിന്റെ ഗതി ഈ സമരത്തിന് വരും. ആ യുക്തിയാണ് അതുകൊണ്ട് താങ്കൾ അതിൽ ഈ കാണുന്നത്. കാര്യത്തിൽ ദയവായി തുടരണം. പിണറായി വിജയൻ എൻ പി എടുത്ത ചേക്കുട്ടി, സ്റ്റാൻഡിലെ ഞാൻ ഇക്കാര്യത്തിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ CPIM എടുത്ത മൃദു സമീപനം എന്ന് വിമർശിക്കപ്പെടുന്ന സമീപനത്തിന്റെ യുക്തി ഈ പറയുന്നതാണോ? അതിനുമപ്പുറത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അനുഭവം കൂടി മുന്നിൽ വെച്ചുകൊണ്ട് നിലവിലുള്ള മുന്നണി സംവിധാനത്തിൽ ഇടത് മുന്നണിക്ക് ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ദുഷ്കരമായേക്കും എന്ന ചിന്തയാൽ KM മാണി സാധ്യതയുള്ള ഒരു സഖ്യകക്ഷിയാണ്. മധ്യ കേരളത്തിൽ അങ്ങനെ ഒരു സഖ്യകക്ഷിയെ കിട്ടിയാൽ രാഷ്ട്രീയമായി ഗുണം ചെയ്യും. കേവലം 1% വോട്ട് പേഴ്സൻറ്റിൻ്റെ വ്യത്യാസമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ BJPയുടെ വളർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് KM മാണി എന്ന സഖ്യകക്ഷിയെ ഭാവിയിൽ കണ്ടാണോ CPIMന്റെ ഇങ്ങനെ ഒരു സമീപനം? KM മാണിയെ സ്വപ്നം കണ്ടുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയോ കേരളത്തിലെ CPMോ നിലനിൽക്കാൻ അത്ഭുതകരമായ സംഗതിയാണ്. കാരണം മാണിയേക്കാൾ വലിയ നേതാവായിരുന്ന KM ജോർജിനെ പോലുള്ള കേരള കോൺഗ്രസ് ഈ മുന്നണിയിലുണ്ടായിരുന്നു. അന്ന് CPIM ഈ മുന്നണിയിലുണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോയി? AK ആന്റണി ഇതിനകത്തുണ്ടായിരുന്നു. AK ആന്റണി എവിടെ പോയി? അങ്ങനെ ഒരുപാട് ആളുകൾ അയാറാം കയറാം എന്ന് പറഞ്ഞ് വരികയും പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഉണ്ടാക്കാനും നിലനിർത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരിക്കാനും കഴിയും എന്ന് CPM ലീഡർഷിപ്പ് വിചാരിക്കുന്നത് ഞാൻ കരുതുന്നില്ല. മറിച്ച് യഥാർത്ഥത്തിൽ ഈ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്നത് CPMനകത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളും യുദ്ധങ്ങളും VS അച്യുതാനന്ദൻ എന്ന് പ്രതിപക്ഷ നേതാവിനെ പൂർണ്ണമായിട്ടും അകറ്റി നിർത്താനുള്ള താല്പര്യങ്ങളും. കാരണം ഈ VS നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കേരളത്തിലെ സമരങ്ങളായാലും ശരി പ്രക്ഷോഭങ്ങളായാലും ശരി പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ആ സംഗതികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ VSനെ ഒതുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വന്തം കാലിനടിയിലെ മണ്ണ് നീങ്ങിപ്പോകുന്ന ഇത് അവർ കണ്ടില്ല, ലീഡർഷിപ്പ് കണ്ടില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഇനിയുള്ള സമരങ്ങളിൽ VS അടക്കമുള്ള നേതാക്കളെ മുന്നിൽ നിർത്തി അവർ മുന്നോട്ട് പോകേണ്ടതായിട്ടും വരും. റൈറ്റ്. ശ്രീ K രാജൻ, ഒട്ടും സമരോത്സുകമല്ല, സമരസജ്ജമല്ല മുന്നണി എന്ന വിമർശനം നിങ്ങൾക്കുണ്ട്. പക്ഷേ മുന്നണിയിലെ ഘടകകക്ഷികളായ പാർട്ടികൾക്ക് താന്താങ്ങളുടെ രീതിയിൽ സമരം നടത്താമല്ലോ. CPI ഒരു സെക്രട്ടേറിയറ്റ് സമരം നടത്തിയിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ വളരെ സ്പോണ്ടേനിയസ് ആയ പ്രതികരണം കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന്, യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടായിരുന്നോ? എന്തിന് യുവമോർച്ച കാണിച്ച ആർജവം പോലും AIYFും DYFIയും ഒന്നും കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊരു മുന്നണി സംവിധാനത്തിന്റെ പ്രശ്നം എന്നതിനപ്പുറത്ത് അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു പ്രതിസന്ധിയാണോ? അല്ല അഭിലാഷ് ഇത് കാര്യങ്ങളെ കാണാതെ വെറുതെ അഭിപ്രായ പ്രകടനം നടത്തുകയാണ്. ഈ വിഷയമുണ്ടായപ്പോൾ ശ്രീമാൻ KM മാണിയുടെ പാലയുടെ വസതിയിലേക്ക് ആദ്യം മാർച്ച് നടത്തിയത് AIVF എന്ന സംഘടനയാണ്. കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ മാർച്ചുകൾ ഇതിനിടയിൽ AIVF നടത്തി. എന്ന് മാത്രമല്ല, നാളെ കേരളത്തിലെ സെക്രട്ടേറിയറ്റിലേക്ക് ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് AIVF മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമര അജണ്ട നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയില്ല. കേരളത്തിലെ KM മാണിയെ പോലെ ആരോപണ വിധേയനായൊരു മന്ത്രി രാജിവെക്കും വരെ പ്രക്ഷോഭം ആരംഭിക്കും എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രക്ഷോഭവുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് കേട്ടാൽ തോന്നും തെളിവില്ലാത്തതുകൊണ്ടാണ് ഇതുവരെ ഒന്നും കേസെടുക്കാത്തത്. സോളാർ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തീരുമാനിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് നിങ്ങൾ വാദിച്ചു. ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നിങ്ങളുടെ സമീപനം എന്തായിരുന്നു? ബിജു രമേശ് പ്രഖ്യാപിച്ച അഴിമതി ആരോപണങ്ങൾ ഈ കേരളത്തിൽ ഉയർന്നപ്പോൾ ഞങ്ങളൊരു FIR പോലും ഇട്ടില്ല എന്ന് വാദിക്കുന്നത് കോൺഗ്രസിനെ പോലൊരു പാർട്ടിയുടെ മാന്യതയാണ് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയാണോ? ആരോപണ വിധേയമായ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ട് ദിവസങ്ങൾ കഴിയുന്നത് വരെ അയാൾക്കെതിരായ ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാൻ കേരള കോൺഗ്രസിനോ UDFനോ കേരളത്തിൽ സാധിച്ചില്ലല്ലോ. അതിന് അംഗീകരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? ബിജു രമേശ് ഏതെല്ലാം മന്ത്രിമാരുടെ പേര് പുറത്തുവിടുമെന്നറിയാൻ നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ മാണി നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് പോകുമോ എന്ന് പേടിച്ച് അദ്ദേഹത്തെ പെടുത്താനാണ് ഇങ്ങനെ ശ്രമം നടത്തിയതെന്ന് PC ജോർജ് ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചപ്പോൾ നിങ്ങളുടെ സമീപനം എന്തായിരുന്നു? അപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. അഭിലാഷ്, ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത പ്രസ്ഥാനങ്ങളുമൊക്കെ ശക്തമായ പ്രക്ഷോഭവുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരും. അതാണ് സഖാവ് C ദിവാകരൻ സൂചിപ്പിച്ചതുപോലെ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിലും നിയമപരമായ പോരാട്ടത്തിലും നിയമസഭയ്ക്കകത്തുള്ള പോരാട്ടത്തിലും വരുന്ന ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തി കേരളത്തിലെ ജനങ്ങൾ കാണും. റൈറ്റ്. ശ്രീ N മാധവൻകുട്ടി, ഈ സംഭവങ്ങളുടെയൊക്കെ ഒരു ആകെ തുക എടുത്താൽ ഒന്നുകിൽ സമരസജ്ജമല്ലാതിരുന്ന ഒരു മുന്നണിയെ ചില വിഷയങ്ങൾ പൊതുവേദികൾ തന്നെ പറഞ്ഞുകൊണ്ട് തിരുത്തിക്കാൻ CPIക്ക് സാധിച്ചു. അതല്ലെങ്കിൽ CPI പൊതുവേദിയിൽ കുറേ കാര്യങ്ങൾ പറയുകയും അത് പിന്നീട് തിരിച്ചെടുക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയിലെത്തി. എന്താണ് ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ സംഭവിച്ചത് താങ്കളുടെ കാഴ്ചപ്പാടിൽ?
കാഴ്ചപ്പാട് ഇതിപ്പോൾ നമ്മൾ പറയുന്നില്ലേ, ഗ്ലാസ് പകുതി കാലിയാണോ അതോ പകുതി നിറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു തർക്കത്തിന് ഈ ചാനലിൽ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം മാത്രം, ഇവിടെ FIR-ന്റെ കാര്യം പറയുന്നതുകൊണ്ട് എൻ്റെ അഭിപ്രായം കൂടി പറയുകയാണ്. ഉമ്മൻചാണ്ടി FIR ഇടാതിരിക്കുന്നതിൻ്റെ കാരണം ഈ മാണിക്കെതിരായിട്ടുള്ള സമരം ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിൻ്റെ വലങ്കൈയായ ബാബുവിനെയും കൊണ്ടേ പോവുകയുള്ളൂ. അതുകൊണ്ട് മാണിക്കെതിരായ സമരമെന്ന് പറഞ്ഞാൽ മാണിയിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് സഖാവ് വൈക്കം വിശ്വം പറഞ്ഞതുപോലെ ഈ സമര പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയെയും ബാബുവിനെയും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ദിവസം വരും. അതിനു മുൻപ് തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കാൻ പോകുന്ന അന്വേഷണം ഇവരെ അതിന്റെ വലയിൽ പെടുത്തുകയും ചെയ്യും. ഇതാണ് നടക്കാൻ പോകുന്നത്. ശ്രീ രാജ്മോഹൻ, നമുക്ക് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മാണിയെ ലക്ഷ്യമിടുന്ന ഒരു സമര പദ്ധതി ആയിരിക്കില്ല കേരളത്തിലെ ഇടതു മുന്നണി ആവിഷ്കരിക്കുക, അതായിരിക്കില്ല തീരുമാനിക്കുകയാണെങ്കിൽ ചർച്ച. മാധവൻകുട്ടിയുടെ വർത്തമാനം കേൾക്കുമ്പോൾ മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലാണ്. ഉമ്മൻചാണ്ടിയെ പെടുത്തും. എന്തായാലും രാജനെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഒരു ലോകായുക്ത അഴിമതി കേസിൽ പ്രതിയാക്കിയ ഒരു പാർട്ടിയാണ് CPI. അവരും ചാനൽ വന്നിരുന്ന് അഴിമതിക്കെതിരെ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ ജനങ്ങൾ മൂക്കത്ത് വിരൽ വയ്ക്കത്തില്ലേ? കാരണം അവരുടെ പാർട്ടി അഴിമതി കേസിൽ ലോകായുക്തയുടെ കേസിനെ നേരിടുകയാണ്. എന്നിട്ട് അവർ അഴിമതിക്കെതിരെ സമരം ചെയ്യുന്നത് കായംകുളം കൊച്ചുണ്ണി മോഷണത്തിനെതിരെ സമരം ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ആരോപണം ഈ ഗവൺമെൻറ് അധികാരമേറ്റ അന്ന് തൊട്ട് ഉന്നയിക്കപ്പെടുന്ന ഒന്നാണ്. ഞങ്ങളത് മുഖവിലേക്ക് എടുക്കുന്നില്ല. ആരോപണം ഒരു വ്യവസായമാണ്. ചാനൽ ചർച്ചയ്ക്ക് നല്ലതാണ്. പക്ഷേ ഉത്തരവാദിത്വപ്പെട്ടവർ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് അടിസ്ഥാനം വേണം, തെളിവ് വേണം, രേഖ വേണം. ഇല്ലെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വരയായി മാറും. IPL വാതുവെപ്പ് കേസ് അന്വേഷിച്ച ജസ്റ്റിസ് മുകുൾ മുദ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവന്നു. ICC പ്രസിഡന്റ് N. ശ്രീനിവാസന് ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് റിപ്പോർട്ട്. എന്നാൽ മരുമകനും ചെന്നൈ സൂപ്പർ കിങ്സ് ഉടമയുമായ ഗുരുനാഥ് മെയ്യപ്പൻ, രാജസ്ഥാൻ റോയൽസ് ഉടമ രാജ് കുന്ദ്ര എന്നിവർക്ക് വാതുവെപ്പുകാരുമായി ബന്ധമുണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവറിൽ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ N. അജിത് കുമാർ, KCA മുൻ സെക്രട്ടറി, ശ്രീ P. രംഗനാഥൻ, കേരളത്തിന്റെ മുൻ കോച്ച് കളിക്കാരനും എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ രംഗനാഥൻ, മുദ്ഗൽ സമിതിയുടെ കണ്ടെത്തലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് BCCIയുടെ മേധാവിയായ N. ശ്രീനിവാസന് IPL-ൽ നടക്കുന്ന വാതുവെപ്പിനെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. ഒരു കളിക്കാരൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യം N. ശ്രീനിവാസൻ ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലാണ്. അപ്പോൾ ഇതെല്ലാം BCCIയുടെ പരമാധികാരി തന്നെ അറിഞ്ഞുകൊണ്ടാണ് നടന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് വെളിവാകുന്നത്. ഇല്ല അഭിലാഷ്, അതിൽ പൂർണ്ണമായിട്ടും മുദ്ഗൽ കമ്മിറ്റിയിൽ ശ്രീനിവാസിൻ്റെ അറിവോടുകൂടി, അല്ലെങ്കിൽ ഈ ബെറ്റിങ്ങും അല്ലെങ്കിൽ ഈ ഫിക്സിങ്ങും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രവൃത്തികളെല്ലാം നടന്നത് ശ്രീനിവാസിൻ്റെ അറിവോട് കൂടിയാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ശ്രീനിവാസിന് അറിവുണ്ടായിരുന്നത് പോലെ തന്നെ ശരത് പവാറിനും അറിവുണ്ടായിരുന്നു, മറ്റുള്ള പലർക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുന്ദർരാമൻ എന്നുള്ള CEO ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാതുവെപ്പുമാരുമായിട്ട് നേരിട്ട് പലതവണ ബന്ധപ്പെട്ടതായിട്ട് മുദ്ഗൽ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രീനിവാസനെതിരെ ഒരു രീതിയിൽ ഒരു വിമർശനവും ഈ മുദ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടിട്ടില്ല. താങ്കൾ ദയവായി തുടരുക. ശ്രീ N. അജിത് കുമാർ, N. ശ്രീനിവാസനെ കുറിച്ചുള്ള നെഗറ്റീവായ ഒരേ ഒരു പരാമർശം, ഒരു കളിക്കാരൻ്റെ ചില ഇടപെടലുകൾ തെറ്റാണ് എന്ന കാര്യത്തിലുള്ള അറിവ് N. ശ്രീനിവാസന് ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് എങ്കിൽ ഗുരുനാഥ് മെയ്യപ്പൻ ബെറ്റിംഗുകാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് മുദ്ഗൽ സമിതി കണ്ടെത്തിയിരിക്കുന്നു. രാജ് കുന്ദ്രയ്ക്കെതിരെ ഇതേ കുറ്റം മുദ്ഗൽ സമിതി കണ്ടെത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ IPL-ന്റെ COO ആയ സുന്ദർരാമൻ 8 തവണ ഒരു ബുക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കണ്ടെത്തലാണ്. IPL-നെ ആകമാനം തന്നെ പൊളിച്ചു കളയുന്ന വിധത്തിലേക്കുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടായി കളിക്കാരുടെ പേരടക്കം ഇത് പൂർണ്ണമായി പുറത്തു വന്നാൽ മാറുമോ മുദ്ഗൽ സമിതിയുടെ റിപ്പോർട്ട്? എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് പറഞ്ഞാൽ, മുദ്ഗൽ കമ്മിറ്റി റിപ്പോർട്ട് 14-ാം തീയതി കോടതി പരിശോധിച്ചപ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ഖലീഫുള്ള പറഞ്ഞ വാക്കാണ് മിസ് ഡെമനോർ എന്നൊരു വാക്ക് അദ്ദേഹം യൂസ് ചെയ്തു. മിസ് ഡെമനോർ, there are actors, non-players who are actors എന്ന് പ്രത്യേകിച്ച് പരാമർശിച്ചു. ഇതിൽ 4 പേരിൽ ഒരാൾ ശ്രീനിവാസന്റെ പേരാണ് ആദ്യം പറഞ്ഞത്. ജസ്റ്റിസ് ഖലീഫുള്ള ആദ്യം പറഞ്ഞത് ശ്രീനിവാസന്റെ പേരാണ്. അദ്ദേഹം വെറുതെ പറയുമോ ഈ പേര്? ഈ പറയാനുള്ള റീസൺ എന്താ? മുദ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുള്ളത് കൊണ്ടല്ലേ. അല്ലാണ്ട് വെറുതെ ജസ്റ്റിസ് ഖലീഫുള്ളക്ക് വേറെ പണിയില്ലേ? ഒരാളുടെ, പ്രത്യേകിച്ചും ഇത്തവണ കോടതി ഓരോ പേര് പറയുന്നതിന് മുമ്പ് വളരെ കൃത്യതയോടെ പറഞ്ഞിരിക്കുന്നത്. മിസ് ഡെമനോറിന്റെ അർത്ഥം എന്താ?
കുറ്റകൃത്യത്തിന് അർഹമായ കാര്യം നടത്തുമ്പോഴാണ്. എഡിറ്റേഴ്സ് അവറിലെ ഇടവേള.